പല പല വോയിസ് റെക്കോർഡ് കൊണ്ടുവരും. കാരണം എന്തിനാ? ദിയയുടെ MDMന്റെ കാര്യം മറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ പറയുന്നു ദിയ, നീ എത്ര വോയിസ് റെക്കോർഡ് കൊണ്ടുവന്നാലും സബ്ജക്റ്റ് മാറ്റണ്ട. നീ ഇപ്പോൾ വെല്ലുവിളിച്ചെന്ന് പറഞ്ഞല്ലോ, എവിടെ ഏതൊക്കെയോ വീട് ഞാനൊന്നും കാണാനില്ല, കാരണം ഇച്ചിരി ബിസി ആയിപ്പോയി. അപ്പം ദിയ എവിടേക്കോ പറഞ്ഞു എന്ന് പറഞ്ഞു, അവൾ വരാം, ചെക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞു. എൻ്റെ ദിയ, ഇത് ഞാൻ നാട്ടുകാരെ കേൾപ്പിക്കാനല്ല ഇത് പറയുന്നത്. ദിയ, നിന്നെ മനസ്സിലാക്കാൻ നീ ഏതൊക്കെ രീതി മൂവ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഞാൻ അറിയുന്നു എന്നുള്ള തെളിവാണ്. 2 ദിവസം മുന്നേ ദിയ ഏതൊരു ഡോക്ടറെ വിളിച്ചിട്ട് 3 മാസം മുന്നേ ഒരു സാധനം ഇങ്ങനെ നടന്നത്, അത് ബോഡി കാണുമോ, ചെക്കപ്പ് ചെയ്ത് ഞാൻ കാണുമോ എന്നൊരു കാര്യം ചോദിച്ചത്, അത് എൻ്റെ കയ്യിലെത്തിയിട്ടുണ്ട് ദിയ. എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് ടെസ്റ്റ് ചെയ്യാം ഉടനെ തന്നെ. ഈ പറഞ്ഞ വാക്ക് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. എടി വീണ്ടും 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 ഞാൻ പറയുക, നീ വന്ന് ടെസ്റ്റ് ചെയ്തില്ലെങ്കിൽ മോളെ ഞാൻ നിന്നെ മരണം വരെ വെറുതെ വിടത്തില്ല. ഇൻസ്റ്റഗ്രാം, അതോടൊപ്പം തന്നെ യൂട്യൂബ്, ഫേസ്ബുക്ക് ഒക്കെ തന്നെയും ഇപ്പോൾ സജിന, അതോടൊപ്പം തന്നെ ഈ പറയുന്ന രീതിയിൽ ദിയാസന, ഫിറോസ്, റസൂൽ പൂക്കുറ്റി ഇവരൊക്കെ തന്നെ കുറച്ച് നാളത്തേക്ക് അങ്ങ് വിലക്കെടുത്തിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. കാരണം എന്തോന്ന് അപരാധോടെ ഈ പടച്ചു വിടുന്നത്. ഇല്ല, നിങ്ങളുടെ കുടുംബാരാധം തീർക്കാനുള്ള ഏറ്റവും വലിയ ബെസ്റ്റ് പ്ലേസ് ആയിട്ട് നിങ്ങളിപ്പോൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഈ റസൂല്, അതോടൊപ്പം തന്നെ ഫിറോസ് മാറിയിട്ട് ഇപ്പോൾ സജിന വേഴ്സസ് ദിയാസന ആയി മാറിയിരിക്കുകയാണ്. സംഭവം എന്താണ്? വേറൊരു തരത്തിലുള്ള അപരാധ കഥകൾ. എന്തോന്നടേ ഇതിനു മാത്രം ഈ വോയിസ് റെക്കോർഡൊക്കെ എവിടെ നിന്നേ കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നത്? ഇവർ വല്ല പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള സംഭവവികാസം വല്ലതും ആണോ? അറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുക. കാരണം തുരുന്ന് വോയിസ് റെക്കോർഡുകൾ, അതും കേട്ട് കഴിഞ്ഞാൽ കാട്ടവരാത കഥകൾ. പരമ കഷ്ടം. മനുഷ്യന് ഒന്ന് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സാധനം തുറക്കാൻ പറ്റുന്നില്ല. അപരാധ കഥകൾ കൊണ്ട് കൈ എഴുതുന്നു നിങ്ങളൊക്കെ കൂടി. ഇത് എന്ത് കഷ്ടമാണ്. അറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫോൺ വിളിച്ച് നിങ്ങൾ തീർക്കുക. ഇതെല്ലാം അപരാധ കഥകളും കൂടെ കൊണ്ടുവന്ന് ഓരോ വീഡിയോ ആക്കിയിട്ട് സോഷ്യൽ മീഡിയ ഇട്ടിട്ട് നാട്ടുകാരെ വെറുപ്പിച്ച് പണ്ടാരടക്കേണ്ട ആവശ്യം തോന്നാണ് ശരിക്കും പറഞ്ഞാൽ. കേട്ട് മടുത്ത്, കണ്ട് മടുത്ത്. ഒരാൾ ഇങ്ങോട്ട് വിടുമ്പോഴത്തേക്ക് അടുത്ത ആൾ അങ്ങോട്ട് വിട്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് കഷ്ടമാണ് സത്യം പറഞ്ഞാൽ. മനുഷ്യന് സോഷ്യൽ മീഡിയ ഒന്ന് തുറക്കാൻ പറ്റുന്നില്ല. ഇത് വന്ന് മെഴുകുവാണ്. ആദ്യമൊക്കെ ഈ ഒരു സംഭവം കേട്ടപ്പോഴത്തേക്ക് എന്തോ വലിയ കാര്യം, അതാണ് ഇതാണ് മറ്റാണ് മറിച്ചതാണ്, അയ്യോ പാവം എന്നൊക്കെ തോന്നും. ഇപ്പൊ വന്നു അയ്യോ അങ്ങേറ്റം ദുരന്തം എല്ലാം എണ്ണം ഒരുപോലെ ദുരന്തം എന്ന് പറയണം. അമ്മാതിരി അവസ്ഥയിലോട്ട് കാര്യങ്ങൾ എത്തിച്ചു എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. എന്നാലും വല്ലാത്ത തൊലിക്കട്ടി തന്നെയാണ് ശരിക്കും പറഞ്ഞത്. ഇങ്ങനെയൊക്കെ വന്ന് മെഴുകുക എന്ന് പറയുന്നത്. എന്തോന്നാണിത്? ഇത് എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഒന്നൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും ഉണ്ട്. MDMA, മറ്റത് മറിച്ചത്, ഇത് മറ്റത് മറിച്ചത്, അത് ഇത് ചക്ക ചുണ്ണാമ്പ്, എന്തോന്നൊക്കെയാണ് ഇത്. അറിയാൻ പറഞ്ഞിട്ട് ചോദിക്കുക. ഇതിനൊരു പര്യവസാനമില്ലേ? ഇതിനൊരു അന്ത്യമില്ലേ? ദയവ് ചെയ്ത് ഈ നാട്ടുകാരെ വെറുപ്പിക്കുന്ന ഈ പരിപാടി ഒന്ന് നിർത്തുക. നിങ്ങൾ തമ്മിലുള്ള ഇഷ്യൂ, അത് നിങ്ങൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുമുട്ടിയോ ഫോൺ വിളിച്ചോ ഏതെങ്കിലും വിധേന തീർക്കാൻ നോക്കുക. ഇതുപോലെ അപരാധ കഥകളുമായിട്ട് സോഷ്യൽ മീഡിയ വന്ന് മെഴുകി ദയവ് ചെയ്ത് നാട്ടുകാരെ കൂടി വെറുപ്പിക്കാൻ നിൽക്കരുത്. ഇങ്ങനെയുണ്ടോ? ഒരു തരത്തിലും ഒരു നാണോ മാനവും ഇല്ലാത്ത രീതിയിലാണല്ലോ ഈ കടന്ന് കാണിച്ചു കൂട്ടുന്ന ഓരോ കാര്യങ്ങൾ.